ഞാൻ ഇതിന്റെ ട്രാൻസ്ഫറിന്റെ പേരിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ട് ജീവൻ നഷ്ടപ്പെടലാവില്ലല്ലോ. ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വാർത്ത ഞങ്ങൾ 18-ാം തീയതിയാണ് അധികാരത്തിൽ വരുന്നത്. 12-ാം തീയതി നടത്തിയ ട്രാൻസ്ഫറാണ്. 12-ാം തീയതി നടത്തിയ ട്രാൻസ്ഫറാണ് ഒരാൾ ആത്മഹത്യ എന്ന് പറഞ്ഞത് ഞങ്ങള്. പിന്നെ ഒരാളുടെ ആ കേസ് തന്നെ ഒരു കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്കാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഞാൻ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. മനസ്സിലായില്ലേ? ഈ ട്രാൻസ്ഫർ ഒന്നും കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതല്ല. ക്രൂരമായ തരത്തിലുള്ള ട്രാൻസ്ഫറാണ് LDF ഗവൺമെന്റിന്റെ കാലത്ത് 10 കൊല്ലക്കാലം നടന്നത്. ഞങ്ങൾ കേസുകൾ കൊണ്ടുവരാം. ഭാര്യയെ കാസർഗോഡേക്കും ഭർത്താവിനെ തിരുവനന്തപുരത്തേക്കും ട്രാൻസ്ഫർ ചെയ്ത് കുടുംബത്തെ തന്നെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ വ്യാപകമായ തരത്തിലെ രാഷ്ട്രീയമായി ഇടപെട്ട് ട്രാൻസ്ഫർ നടത്തിയ കഥയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഗവൺമെന്റ് മാറി അധികാരത്തിൽ വരുമ്പോൾ ആവശ്യമായ ട്രാൻസ്ഫറുകൾ ഉണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. അതിന്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യമാണ്.